ഹായ് എവരി വൺ, വെൽക്കം ടു ദിസ് ഷോർട്ട് വീഡിയോ. ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിന് ഇവിടെ ന്യൂസിലാൻഡിൽ വന്ന് ക്യാബ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ക്യാബ് കോഴ്സിൻ്റെ ഫീ റീഇംബേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ആ ഒരു റീഫണ്ട് പ്രോഗ്രാം തേവാത്തുവര സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനകത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 31 മെയ് 2024 ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നഴ്സസിനാണ് ഈ ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് ആ ഒരു നഴ്സ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഏജ്ഡ് കെയർ ഫെസിലിറ്റിയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കെയറിലോ അതും അല്ലെങ്കിൽ പ്രൈമറി കെയറിലോ ആണെങ്കിൽ അവർക്ക് 30th സെപ്റ്റംബർ 2024 വരെ സമയമുണ്ട്, അതായത് ജോബ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പറയാൻ, എന്താ പറയുക, ഒരു നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേവാത്തുവരയുടെ വെബ്സൈറ്റിൽ ആ ഒരു ഇൻഫർമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 31 മെയ് 2024 എന്ന് പറയുന്നത് തേവാത്തുവരയുടെ കീഴിലുള്ള DHPകളിൽ, അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് ഏജൻസികളുടെ കീഴിൽ വരുന്ന ഫെസിലിറ്റിയിലാണ് ഒരു നഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർ 31 മെയ് 2024 ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. എന്നാലേ അവർക്ക് ഈ ഒരു റീഫണ്ടിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.